വെൽക്കം ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിലെ കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റത്തെ പാർട്ടാണ്. അപ്പോൾ പലർക്കും ഓർഗാനിക് കെമിസ്ട്രി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പോർഷനായിട്ട് എല്ലാവരും പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ബേസ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഓർഗാനിക് കെമിസ്ട്രി കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആവാനായിട്ട് കാരണം. അപ്പോൾ നിങ്ങളുടെ ബേസ് ഒന്ന് സെറ്റാക്കാം. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ഇങ്ങനെ കാണാപ്പാഠം പഠിക്കാതെ റിയാക്ഷൻസിൽ ഏതൊക്കെ റിയേജൻ്റ് ആണ് അങ്ങനെ കാണാപ്പാഠം പഠിക്കാതെ നിങ്ങളത് മനസ്സിലാക്കി പഠിക്കാനായിട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രി നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി പെട്ടെന്ന് മറന്നു പോകും, ഭയങ്കര വോളറ്റൈൽ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാനൊക്കെ ശ്രമിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയുടെ പ്ലസ് ടുവിൻ്റെ ഓർഗാനിക് കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററിലോട്ടേക്ക് പോകാം. ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് ആണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്നത് നമുക്ക് NCERT-യിൽ ഒബ്ജക്റ്റീവ്സ് എന്നും പറഞ്ഞിട്ട് NCERT-യിൽ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ പോയിൻറ്റ്സിൻ്റെ ഇടയിൽ ഈ ചാപ്റ്ററിനെ പറ്റിയിട്ട് എന്താണ് പറയുന്നത്, ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നതിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഒരു ഔട്ട്ലൈൻ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ചാപ്റ്റർ കുറച്ചും കൂടി എളുപ്പമായിട്ട് പഠിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ചാപ്റ്റർ, അതായത് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നത് NCERT ബേസ് ചെയ്തിട്ടായിരിക്കും ഫുള്ളും മുന്നോട്ട് പോകുന്നുണ്ടാവുക. NCERT-യിലെ ഓരോ പോയിൻറ്റും ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ നോമൻക്ലേച്ചർ പഠിക്കണം. പിന്നെ പ്രിപ്പറേഷൻ മെത്തേഡ്സ്, ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഹാലോ ആൽക്കീൻസിനും ഹാലോ അരീൻസിനും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്നതിനെ പറ്റി പഠിക്കണം. പിന്നെ അവരുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, പിന്നെ കെമിക്കൽ റിയാക്ഷൻസ്, പിന്നെ ലാസ്റ്റ് പോളി ഹാലോജൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ടോപ്പിക്സ് ഉണ്ട്. ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ടേക്ക് പോകാം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ്, ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചാപ്റ്ററിൻ്റെ പേര് വെച്ച് തന്നെ തുടങ്ങാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ, ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ്. അപ്പോൾ എന്താണ് ഹാലോ ആൽക്കീൻ, എന്താണ് ഹാലോ അരീൻസ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ തുടർന്നുള്ള പോർഷൻസ് എളുപ്പമാവുള്ളൂ. അപ്പോൾ ഒരു ചാപ്റ്റർ തുടങ്ങുകയാണെങ്കിൽ തന്നെ ആ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിൽ എന്താണ് പറയുന്നത് എന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഹെഡിങ് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഹാലോ ആൽക്കീൻസ് എന്ന് പറയുമ്പോൾ അതിൽ 2 ടേംസ് ആണുള്ളത്. ഒന്ന് ഹാലോ എന്ന് പറയുന്ന ഒരു ടേമുണ്ട്, ഹാലോ എന്ന് പറയുന്ന ടേമുണ്ട്, പിന്നെ ആൽക്കീൻ എന്ന് പറയുന്ന ടേമുണ്ട്. ഹാലോ എന്ന് പറയുന്ന ടേമുണ്ട്, പിന്നെ ആൽക്കെയിൻ എന്ന് പറയുന്ന ടേമുണ്ട്. നമുക്കറിയാം ഹാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹാലോജൻസ്, അതായത് നമ്മുടെ ഫ്ലൂറിൻ ഹാലോജൻസ് ആണ് നമ്മുടെ ഹാലോയിൽ വരാം. ഹാലോജൻസ് അതായത് ഏതൊക്കെ ഹാലോജൻസ് ആണ്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അതേപോലെ തന്നെ അയഡിൻ. ഇത്രയുള്ള ഹാലോജൻസ് ആണ് ഹാലോയിൽ വരാം. ആൽക്കെയിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ CH3, C2H5 പോലത്തെയുള്ള ആൽക്കെയിൻസ് ആണ് വരാമെന്ന് നമുക്കറിയാം. അപ്പോൾ ഹാലോ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കെയിനും ഹാലോജനും കൂടി ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ ഹാലോ ആൽക്കെയിൻസ് എന്ന് വിളിക്കുക. ഇത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നമ്മൾ ഒരു ആൽക്കെയിനെ ഞാനിപ്പോൾ എടുത്തേക്കാണ്, മീഥെയ്ൻ എന്ന് പറയുന്ന ഒരു ആൽക്കെയിനെ ഞാൻ എടുത്തു. മീഥെയ്ൻ എന്ന് പറയുന്ന ആൽക്കെയിനെയാണ് ഞാൻ എടുക്കുന്നത്. മീഥെയ്ൻ്റെ ഫോർമുല എന്താ, CH4 എന്നാണ് മീഥെയ്നിൻ്റെ ഫോർമുല. നമുക്കറിയാം മീഥെയ്നിൽ 4 ഹൈഡ്രജൻ ഉണ്ട്. ഈ 4 ഹൈഡ്രജനിൽ ഒരു ഹൈഡ്രജനെ മാറ്റിക്കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, CH3 ആയിട്ട് മാറും. മീഥെയ്നിൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് CH3 ആയിട്ട് മാറും. ഇനി മാറ്റിയ ഹൈഡ്രജൻ, അതായത് റീപ്ലേസ് ചെയ്ത ഹൈഡ്രജൻ്റെ സ്ഥാനത്ത് ഒരു ഹാലോജൻ വന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാലോ ആൽക്കീൻസ്, ഹാലോ ആൽക്കീൻ.
മനസ്സിലായല്ലോ. ഹാലോ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ മീഥെയ്നിലെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ആ റീപ്ലേസ് ചെയ്ത ഹൈഡ്രജൻ്റെ സ്ഥാനത്ത് ഒരു ഹാലോജൻ വരാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹാലോ ആൽക്കെയിൻസ് എന്ന് വിളിക്കുക. ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്തത് എന്താ? അടുത്ത ടോപ്പിക് എന്താ? ഹാലോ അരീൻസ്. അപ്പോൾ ഹാലോ അരീൻസ് എന്താ? ഹാലോ അരീൻസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹാലോ എന്ന് പറയുന്ന പേരുണ്ട്, അരീൻസ് എന്ന് പറയുന്ന പേരുണ്ട്. അപ്പോൾ എന്തായിരിക്കും? അരീൻസിൽ ഹാലോജൻ അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹാലോ അരീൻസ് എന്ന് വിളിക്കുക. അരീൻസ് എന്ന് പറയുന്നത് എന്താണ്? ബെൻസിൻ ഗ്രൂപ്പുകളെയാണ് നമ്മൾ അരീൻസ് എന്ന് വിളിക്കുക. അതായത് ഇപ്പോൾ ഒരു ബെൻസിൻ ഗ്രൂപ്പ് ഞാനിവിടെ വരയ്ക്കുകയാണ്. ഒരു ബെൻസിൻ ഗ്രൂപ്പ് വരച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം ബെൻസിൻ ഗ്രൂപ്പിൻ്റെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ, പിന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഈ ഹൈഡ്രജനിലെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് വരും? വേറെ ഒരു ഹാലോജൻ വന്ന് അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാലോ അരീൻസ് എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹാലോ ആൽക്കീൻസ് എന്താണ്, ഹാലോ അരീൻസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇത് സെൻറ്റൻസിൽ നമുക്കൊരു ഡെഫിനീഷൻ പോലെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തുടക്കത്തിൽ തന്നെ തന്നിട്ടുണ്ട്. എന്താണ് ഹാലോ അരീൻസ്, എന്താണ് ഹാലോ ആൽക്കീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ ആൻ ആലിഫാറ്റിക് ഓർ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ഓഫ് ഹാലോജൻ ആറ്റം റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഹാലോ ആൽക്കീൻസ് ആൻഡ് അരൈൽ ഹാലൈഡ് ഹാലോ അരീൻസ് റെസ്പെക്റ്റീവ്ലി. ആലിഫാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ചെയിൻസിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആലിഫാറ്റിക് ആയിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബണിൽ നിന്നോ അല്ലെങ്കിൽ ആരോമാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിൽ നിന്നോ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെസ്പെക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് വിളിക്കാം. അപ്പോൾ ഹാലോ ആൽക്കീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിഫാറ്റിക് ആയിട്ടുള്ള ചെയിന് ഹൈഡ്രജൻ ആറ്റത്തിനെ മാറ്റിയിട്ട് ഒരു ഹാലോജൻ ആറ്റം വരുന്നതാണ്. ഹാലോ അരീൻസ് എന്ന് പറയുന്നത് എന്താണ്? ആരോമാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റിയിട്ട് ഹാലോജൻ ആറ്റം വരുന്നതാണ്. അപ്പോൾ ഇനി ഒരു ചെറിയൊരു പോയിന്റും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഹാലോ അരീൻസിനെ നോക്കുകയാണെങ്കിൽ ഹാലോ അരീൻസിനെ വിളിക്കുന്ന ചെല്ല പേരാണ് അരൈൽ ഹാലൈഡ്. അരൈൽ ഹാലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലോ അരീൻസ് എന്ന് തന്നെയാണ് അർത്ഥം. അടുത്തതാണ് ഹാലോ ആൽക്കീൻസ്. ഹാലോ ആൽക്കീൻസിൻ്റെ ചെല്ല പേരാണ് എന്തെന്ന് പറയുന്നത്? ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറയുന്നത്. ഇനി ആൽക്കൈൽ ഹാലൈഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ജനറൽ ഫോമുലയാണ് RX. അരൈൽ ഹാലൈഡ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ജനറൽ ഫോമുലയാണ് ARX. ഇത് മറന്നു പോകരുത്. ആൽക്കൈൽ ഹാലൈഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ജനറൽ ഫോമുലയാണ് RX. അരൈൽ ഹാലൈഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ജനറൽ ഫോമുലയാണ് ARX എന്ന് പറയുന്നത്. ഇപ്പോൾ അരൈൽ ഹാലൈഡിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് CH3Cl എന്ന് എക്സാമ്പിൾ എഴുതാം. CH3Cl എന്ന് എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ ഈ CH3 ആണ് എന്തെന്ന് പറയുന്നത്? CH3നെയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? R കൊണ്ട് ഉദ്ദേശിക്കുന്നത്. CH3നെയാണ് R. ഈ ക്ലോറിൻ എന്ന് പറയുന്നത് എന്താണ്? X ആണ്, ഹാലോജൻ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഹാലോ ആൽക്കീൻസും ഹാലോ അരീൻസിനെയും പറ്റിയിട്ട് അതെന്താണെന്ന് പറയാനായിട്ട്. അത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ട്, അതായത് ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് കഴിഞ്ഞിട്ട് ഒരു ചെറുതായിട്ടൊരു സെൻറ്റൻസും കൂടി തന്നിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോക്കാം. ഹാലോ ആൽക്കീൻസ് നോക്കുകയാണെങ്കിൽ ഹാലോ ആൽക്കീൻസിൽ ഹാലോജൻ ആറ്റവും അതേപോലെ തന്നെ കാർബണും അറ്റാച്ച് ചെയ്തിട്ടുള്ളത് sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഹാലോജൻ ആറ്റം ഇവിടെ ഉണ്ടെന്ന് വയ്ക്കുക. ഈ ഹാലോജൻ ആറ്റം കാർബണും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇത് എപ്പോഴും എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്. സിംഗിൾ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? sp3 ഹൈബ്രിഡൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് എപ്പോഴും സിംഗിൾ ബോണ്ട് ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹാലോ ആൽക്കീൻസിൽ നമ്മുടെ ഹാലോജൻ ആറ്റവും അതേപോലെ തന്നെ കാർബണും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? സിംഗിൾ ബോണ്ട് ആയിരിക്കും. അതായത് sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും എന്നാണ്. പക്ഷേ ഹാലോ അരീൻസിൽ അങ്ങനെയല്ല. ഹാലോ അരീൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹാലോ അരീൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് ഹാലോ അരീൻസ്. ഇതാണ് ഹാലോ അരീൻസ്. ഈ ഹാലോ അരീൻസിൽ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്ത്, ഇതൊരു ഹാലോജൻ ആറ്റമാണ്. ഈ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എപ്പോഴും ഡബിൾ ബോണ്ടിലേക്കായിരിക്കും. ഡബിൾ ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? sp2
sp2 ഹൈബ്രിഡൈസ്ഡ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഹാലോജൻ ആറ്റം എപ്പോഴും ഡബിൾ ബോണ്ടുമേ ആയിരിക്കും ഹാലോ അരീൻസിൽ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഹാലോ ആൽക്കീൻസിൽ ഹാലോജൻ ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണുമേ ആയിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഹാലോ അരീൻസ് നോക്കുകയാണെങ്കിൽ ഹാലോജൻ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിനെ ആയിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. ഇതൊരു ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. അതായത് ഹാലോ ആൽക്കീൻസും ഹാലോ അരീൻസിൻ്റെയും ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ഇത് ഇതുവരെയായിട്ടും അങ്ങനെ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ എക്സാമിന് ചോദിച്ചിട്ടില്ല. പക്ഷേ എക്സാം പാറ്റേൺ ഒക്കെ ഭയങ്കരമായിട്ട് മാറിയതുകൊണ്ട് ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻ തന്നെയാണ്. അപ്പോൾ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കാം. എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻസ്? ദേ ആർ യൂസ്ഡ് ആസ് എ സോൾവെൻറ്റ് ഫോർ റിലേറ്റീവ്ലി നോൺ പോളാർ കോമ്പൗണ്ട്. നോൺ പോളാർ കോമ്പൗണ്ടിൻ്റെ അതിനെ ലയിപ്പിക്കാനുള്ള സോൾവെൻ്റ് ആയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഹാലോ ആൽക്കീൻസും ഹാലോ അരീൻസും യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. നോൺ പോളാർ കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വെള്ളത്തിൽ ലയിക്കാത്ത കോമ്പൗണ്ടിനെയാണ് നമ്മൾ നോൺ പോളാർ കോമ്പൗണ്ട് എന്ന് വിളിക്കുക. അപ്പോൾ ഈ നോൺ പോളാർ കോമ്പൗണ്ടിനെ ലയിപ്പിക്കാനുള്ള സോൾവെൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹാലോ ആൽക്കീൻസും ഹാലോ അരീൻസും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്. ആൽഡിഹൈഡ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, അങ്ങനെ ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ അവയെ ഉണ്ടാക്കാനുള്ള സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹാലോ ആൽക്കീൻസും ഹാലോ അരീൻസും യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ സിന്തസിസ് ഓഫ് വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. പിന്നെ ക്ലോറിൻ കണ്ടെയ്നിങ് ചെയ്യുന്ന ഒരു ആൻറ്റിബയോട്ടിക് ആണ് ക്ലോറാമ ഫിനിക്കോൾ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക്. അത് ടൈഫോയിഡ് ഫീവറിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റിന് എന്താണ് യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റിബയോട്ടിക് ആണ്. അപ്പോൾ ഇത്ര ആപ്ലിക്കേഷൻസ് ഒന്ന് നോക്കി വയ്ക്കുക. ഇനി നമുക്കുണ്ട് കുറച്ചും കൂടി ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഗോയിറ്റർ എന്ന് പറയുന്ന ഡിസീസസ്. ഗോയിറ്റർ എന്താ? തൈറോയിഡ് ഗ്ലാൻഡ്, അതായത് തൈറോയിഡ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന വീർക്കലിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് വിളിക്കുക. അതായത് നമ്മുടെ ഫുഡിൽ അയഡിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ഗോയിറ്ററിൻ്റെ ഉൽപ്പാദനം നടക്കില്ല. അപ്പം നമ്മുടെ എന്ത് ചെയ്യും? ഗോയിറ്റർ ഇങ്ങനെ വലുതാവാനായിട്ട്, തൈറോയിഡ് ഗ്ലാൻഡ് വലുതാവാനായിട്ട് തുടങ്ങും. അതിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് വിളിക്കുക. അതാണ് ഇവിടെ എഴുതിക്കുന്നത്. അവർ ബോഡി പ്രൊഡ്യൂസ് അയഡിൻ കണ്ടെയ്നിങ് ഹോർമോൺ തൈറോക്സിൻ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് കോസസ് ഡിസീസ് കോൾഡ് ഗോയിറ്റർ. പിന്നെ ക്ലോറോക്യൂനിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. അത് നമ്മുടെ മലേറിയയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഹാലോത്തീൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, അത് നമ്മൾ സർജറി ഒക്കെ ചെയ്യുമ്പോൾ ബോധം കെടുത്തില്ലേ, അപ്പോൾ അനസ്തെറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹാലോത്തീൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലൂറിനേറ്റഡ് കോമ്പൗണ്ട് എന്തിന് യൂസ് ചെയ്യുന്നുണ്ട്? ബ്ലഡ് സപ്ലിമെൻ്റ് ആയിട്ട്, സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് സർജറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസ് എന്തായാലും നോക്കി വയ്ക്കുക, എക്സാമിന് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഹാലോജൻ ആറ്റത്തിൻ്റെ നമ്പറിനനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹാലോജൻ ആറ്റത്തിൻ്റെ നമ്പറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹാലോ ആൽക്കീൻസിനെയും ഹാലോ അരീൻസിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഹാലോജൻ ആറ്റമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മോണോ ഹാലോ ആൽക്കീൻസ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ അരീൻസിൽ ഒരു ഹാലോജനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? മോണോ ഹാലോ അരീൻസ് എന്ന് വിളിക്കും. ഇനി 2 ഹാലോജൻ ആറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡൈ ഹാലോ ആൽക്കീൻ എന്ന് വിളിക്കും. 3 ഹാലോജൻ ആറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ഹാലോ ആൽക്കീൻസ്. അതേപോലെ തന്നെ നമ്മുടെ അരീൻസിൽ 2 ഹാലോജൻ ഉണ്ടെങ്കിൽ ഡൈ ഹാലോ അരീൻസ്, 3 ഉണ്ടെങ്കിൽ ട്രൈ ഹാലോ അരീൻസ് എന്ന് വിളിക്കും. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുട്ടികളുടെ അടുത്ത് പോലും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ക്ലാസിഫിക്കേഷൻ. ഹാലോജൻ ആറ്റത്തിൻ്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ട് മോണോ ഹാലോ ആൽക്കീൻസ്, ഡൈ ഹാലോ ആൽക്കീൻസ്, ട്രൈ ഹാലോ ആൽക്കീൻസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഓക്കെ, ഇതൊരു സെൻറ്റൻസ് ആക്കി ഇവിടെ കൊടുത്തിങ്ങന്നുള്ളൂ. ദേ ആർ ക്ലാസിഫൈഡ് മോണോ, ഡൈ ഓർ പോളി. പോളി എന്ന് വെച്ചാൽ 3 കൂടുതലുള്ള ഹാലോജൻ ആറ്റത്തിനെയാണ് വിളിക്കണേ. കോമ്പൗണ്ട് ഡിപ്പെൻഡിങ് ഓൺ വെദർ ദേ കണ്ടെയ്നിങ് 1, 2 or more ഹാലോജൻ ആറ്റം ഇൻ ദ സ്ട്രക്ചർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. എന്തായാലും
അറിഞ്ഞിരിക്കണം. ഇന്നത്തെ ഈ ഒരു ലേണിംഗ് വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് ഇവിടം തൊട്ട് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞു മോണോ ഹാലോ കോമ്പൗണ്ട്സിനെ പറ്റി. മോണോ ഹാലോ കോമ്പൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു ഹാലോജൻ ആറ്റം മാത്രമുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ മോണോ ഹാലോ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുക. ഈ മോണോ ഹാലോ കോമ്പൗണ്ട്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈബ്രിഡൈസേഷൻ്റെ ബേസിൽ, അതായത് കാർബണും ഹാലോജനും തമ്മിലുള്ള ബോണ്ടിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഹൈബ്രിഡൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോണ്ടാണ്. ആ ഹൈബ്രിഡൈസേഷൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടെണ്ണമായിട്ട് തിരിച്ചിട്ടുണ്ട്. sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ഹാലോജൻ ബോണ്ടും അതേപോലെ തന്നെ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ഹാലോജൻ ബോണ്ടും. അതായത് sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ഹാലോജൻ ബോണ്ടും sp2 ഹൈബ്രിഡൈസ് ആയിട്ടുള്ള കാർബൺ ഹാലോജൻ ബോണ്ടും ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. sp3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സിംഗിൾ ബോണ്ട് ഉള്ളത്. sp2 എന്ന് പറയുമ്പോൾ എന്താണ്, ഡബിൾ ബോണ്ട് ഉള്ളത്. ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മോണോ ഹാലോജൻ കോമ്പൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാർബണും ഹാലോജനും തമ്മിൽ സിംഗിൾ ബോണ്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ sp3 ഹൈബ്രിഡൈസ്ഡ്, ഡബിൾ ബോണ്ടാണെങ്കിൽ sp2 ഹൈബ്രിഡൈസ്ഡ് എന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത പോർഷൻസ് വരുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അതായത് മോണോ ഹാലോജൻ കോമ്പൗണ്ടിനെ നമ്മൾ അലൈലിക് ഹാലൈഡ്, ആൽക്കൈൽ ഹാലൈഡ്, അലൈലിക് ഹാലൈഡ്, ബെൻസൈലിക് ഹാലൈഡ്, വിനൈലിക് ഹാലൈഡ്, അരൈൽ ഹാലൈഡ് എന്ന് തിരിച്ചിട്ടുണ്ട്. മോണോ ഹാലോ കോമ്പൗണ്ട്സിനെ നമ്മൾ എന്തൊക്കെയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഹാലോ ആൽക്കീൻസ് തന്നെയാണ് കേട്ടോ. അലൈലിക് ഹാലൈഡ്, ബെൻസൈലിക് ഹാലൈഡ്, വിനൈലിക് ഹാലൈഡ്, അരൈൽ ഹാലൈഡ് എന്ന് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണം എന്താണ്, sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതായത് കാർബണും ഹാലോജനും തമ്മിലുള്ള ബോണ്ട് എന്തായിരിക്കും, സിംഗിൾ ബോണ്ട് ആയിരിക്കും. ലാസ്റ്റത്തെ രണ്ടെണ്ണം sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതായത് കാർബണും ഹാലോജനും തമ്മിലുള്ള ബോണ്ട് എന്തായിരിക്കും, ഡബിൾ ബോണ്ട് ആയിരിക്കും കാണുന്നുണ്ടാവുക. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഓരോന്നിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം നമ്മൾ എന്താ പഠിക്കുന്നത്, ആൽക്കൈൽ ഹാലൈഡ് ഓർ ഹാലോ ആൽക്കീൻസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ആൽക്കൈൽ ഹാലൈഡ് ഓർ ഹാലോ ആൽക്കെയിൻസ്. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ് ഓർ ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് ഒരു ഹാലോജൻ ആറ്റം ഉണ്ടാവും. ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു ഹാലോജൻ ആറ്റം ആയിരിക്കും. ഈ ഹാലോജൻ ആറ്റം ഒരു എന്താണ്, ആൽക്കൈൽ ഗ്രൂപ്പായിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവരെ നമ്മൾ എഴുതാനായിട്ട് ജനറൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് CnH2n+1x എന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇവരെ ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ആൽക്കൈൽ ഹാലൈഡ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് തിരിച്ചിട്ടുണ്ട്. പ്രൈമറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിച്ച ആൽക്കൈൽ ഹാലൈഡ്സിനെ, അതായത് ആൽക്കൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ ഹാലോ ആൽക്കീൻസിനെ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പിക്ചർ വെച്ചിട്ട് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഹാലോജൻ ആറ്റം എന്താണ്, പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് നമുക്ക് ആദ്യം നോക്കാം. ഇതാണ് നമ്മുടെ ഹാലോജൻ ആറ്റം. ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു കാർബണുമ മാത്രമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് വിളിക്കുക. അതായത് ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു കാർബണുമ മാത്രമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് സെക്കൻഡറി, ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, ഇതാണ് നമ്മുടെ ഹാലോജൻ ആറ്റം. ഈ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ രണ്ട് കാർബണും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഉണ്ടോ, രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സെക്കൻഡറി എന്ന് വിളിക്കുക. അങ്ങനെ എന്തായിരിക്കും ടെർഷ്യറി, എളുപ്പമല്ലേ. ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്ത് ചെയ്തിട്ടുണ്ടാവും, 3 ആൽക്കൈൽ ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് വിളിക്കുക. മനസ്സിലായല്ലോ, ഭയങ്കര എളുപ്പമാണ്. എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി, എന്താണ് ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് എന്ന് വിളിക്കുക. അതേ നോക്കിയേ, ദ ഹാലോജൻ ആറ്റം അറ്റാച്ച്ഡ് ടു പ്രൈമറി കാർബൺ atom of an alkyl halide. The alkyl halide is called primary alkyl halide or alkyl halide. Halogen atom is attached to secondary or tertiary carbon atom. Alkyl halide is called secondary alkyl halide and tertiary alkyl halide respectively. അപ്പോൾ
ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷനായിട്ട് വരാം. ഒന്നുമില്ല, പ്രൈമറി ആണെങ്കിൽ കാർബൺ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു ആൽക്കൈൽ ഹാലൈഡുമ മാത്രമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളെങ്കിൽ അതാണ് പ്രൈമറി. 2 എണ്ണത്തും അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി, 3 എണ്ണത്തും അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെർഷ്യറി ആൽക്കൈൽ ഹാലൈഡ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് അലൈലിക് ഹാലൈഡ് എന്നാണ്. അലൈലിക് ഹാലൈഡ് എന്താണെന്ന് നമുക്ക് ഈ 2 ഫിഗർ നോക്കി എന്ത് ചെയ്യാം, പഠിക്കാം. ഇവിടെ നോക്കി ഇപ്പോൾ ഹാലോജൻ ആറ്റം, ഇതാണ് നമ്മുടെ ഹാലോജൻ ആറ്റം. ഈ കാണുന്നത് ഹാലോജൻ ആറ്റം. ഈ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്തുമ്മയാണ്, നമ്മുടെ സിംഗിൾ ബോണ്ടുമ്മയാണ്. ഈ സിംഗിൾ ബോണ്ടിൻ്റെ അടുത്തായിട്ട് എന്തുണ്ട്, ഡബിൾ ബോണ്ടും കാണുന്നുണ്ട് ഇല്ലേ. സിംഗിൾ ബോണ്ടിൻ്റെ അടുത്തായിട്ട് ഡബിൾ ബോണ്ടും കാണുന്നില്ലേ. അങ്ങനെയുള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അലൈലിക് ഹാലൈഡ് എന്ന് വിളിക്കുക. അതായത് ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് sp3 ഹൈബ്രിഡൈസുമ്മയായിരിക്കും, അതായത് സിംഗിൾ ബോണ്ടുമ്മയായിരിക്കും. ആ സിംഗിൾ ബോണ്ട് ഉള്ളത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാർബൺ ഡബിൾ ബോണ്ടുമ്മയായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അലൈലിക് കാർബൺ എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. അലൈലിക് കാർബൺ എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ബെൻസൈലിക് ഹാലൈഡ് എന്താണെന്നാണ് പഠിക്കാനുള്ളത്. ബെൻസൈലിക് ഹാലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ളത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ, അതൊരു ആരോമാറ്റിക് റിങ്ങുമ്മയായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഇതാണ് നമ്മുടെ ഹാലോജൻ ആറ്റം. ഈ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബണുമ്മയാണ്. അതായത് ഇവിടെ സിംഗിൾ ബോണ്ടാണ്, പക്ഷെ ആ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എവിടേക്കാണ്, ഡബിൾ ബോണ്ടുമ്മയല്ലേ. അതായത് ഒരു ബെൻസീൻ റിങ്ങുമ്മയാണ് ആ കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഹാലൈഡ്സിനെയാണ് നമ്മൾ ബെൻസൈലിക് ഹാലൈഡ് എന്ന് വിളിക്കുക. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഹാലോജൻ ആറ്റം ഉണ്ട്. ഈ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സിംഗിൾ ബോണ്ടുമ്മയാണ്, പക്ഷെ ആ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡബിൾ ബോണ്ടുമ്മയാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ബെൻസൈലിക് ഹാലൈഡ് എന്ന് വിളിക്കുക. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിനൈലിക് ഹാലൈഡ് ആണ്. വിനൈലിക് ഹാലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാലോജൻ ആറ്റം, ഇത് നോക്കിയേ, ഇതാണ് നമ്മുടെ ഹാലോജൻ ആറ്റം. ഈ ഹാലോജൻ ആറ്റം ഡയറക്റ്റായിട്ട് sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബണുമാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് വിനൈലിക് ഹാലൈഡ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഹാലോജൻ ആറ്റം. ഈ ഹാലോജൻ ആറ്റം എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബണാണ്. ദിസ് ആർ ദി കോമ്പൗണ്ട് ഇൻ വിച്ച് ഹാലോജൻ ആറ്റം ഈസ് ബോണ്ടഡ് ടു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഓഫ് കാർബൺ ഡബിൾ ബോണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് അരയിൽ ഹാലൈഡ് ആണ്. അപ്പോൾ അരയിൽ ഹാലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലോജൻ ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഓഫ് ബെൻസീൻ റിംഗ്, ആരോമാറ്റിക് ആയിട്ടുള്ള, അതായത് നമ്മുടെ ബെൻസീൻ റിങ്ങുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അരയിൽ ഹാലൈഡ് എന്ന് വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പഠിച്ച ഇതായിട്ട് കൺഫ്യൂഷൻ വരും അല്ലേ. വിനൈലിക് ഹാലൈഡ് എന്താണ്, അരയിൽ ഹാലൈഡും ഒരേപോലെയല്ലേ, വിനൈലിക് ഹാലൈഡും അരയിലിക് ഹാലൈഡും ഒരുപോലെയല്ലേ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. അങ്ങനെ ഡൗട്ട് തോന്നരുത്. കാരണം വിനൈലിക് ഹാലൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ഡബിൾ ബോണ്ടുമ്മയാണ് എന്നുണ്ടെങ്കിൽ, കാരണം ഇത് ബെൻസീൻ അല്ല, ഇതൊരു ഡബിൾ ബോണ്ടുമ്മയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വിനൈലിക് ഹാലൈഡ് എന്ന് വിളിക്കുക. പക്ഷേ അരയിൽ ഹാലൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹാലോജൻ ആറ്റം ബെൻസീൻ റിങ്ങുമ്മയുള്ള ഡബിൾ ബോണ്ടുമ്മയാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, അരയിൽ ഹാലൈഡ് എന്ന് വിളിക്കുക. മാറിപ്പോവരുത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട്. നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ്, ക്ലാസിഫിക്കേഷൻസ് ആണ്. ഈ ക്ലാസിഫിക്കേഷൻ എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടാകണം, പഠിച്ച് വെച്ചിട്ടുണ്ടാകണം. ഇത് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ മാത്രമാണ്. ഇത് ഈ ചാപ്റ്റർ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്കാരായിട്ട് തന്നെ നോക്കിയിട്ടുണ്ടാവണം. അപ്പോൾ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു.